നമസ്കാരം എല്ലാവർക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നഴ്സിംഗ് രംഗത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. അതാണ് റിസർച്ച് ഡിസൈൻ. ഒരു കെട്ടിടം പണിയാനുള്ള ബ്ലൂപ്രിന്റ് പോലെ നഴ്സിംഗ് പ്രാക്ടീസ് മെച്ചപ്പെടുത്താനും നമുക്കൊരു ബ്ലൂപ്രിന്റ് വേണം. നല്ല പരിചരണം കൊടുക്കണമെന്നുള്ള ആഗ്രഹം മാത്രം പോരല്ലോ, അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒന്നാവേണ്ടേ? അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നഴ്സിംഗ് ഒരു കലയാണോ അതോ ഒരു ശാസ്ത്രമാണോ? ഒരുപാട് കാലമായിട്ടുള്ളൊരു ചോദ്യമാണിതല്ലേ. പക്ഷേ ഇന്ന് ഇതിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം പണ്ടുമുതൽക്കേ നമ്മൾ ചെയ്തുവരുന്ന കാര്യങ്ങളും പുതിയ തെളിവുകൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളും തമ്മിൽ എപ്പോഴും ഒരു തർക്കം നടക്കുന്നുണ്ട്. ശരി, അപ്പോൾ നമുക്കിതിലൊന്ന് ആഴത്തിൽ നോക്കാം. പണ്ടൊക്കെ നഴ്സിംഗിൽ കേട്ടിരുന്നൊരു സ്ഥിരം വാചകമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പണ്ട് മുതലേ ചെയ്യുന്നത്. അതായത് പാരമ്പര്യത്തെയും ഓരോരുത്തരുടെ അനുഭവങ്ങളെയും ഒക്കെ ആശ്രയിച്ചായിരുന്നു പല കാര്യങ്ങളും. പക്ഷേ ഇന്ന് കാലം മാറി. നമ്മളിപ്പോൾ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് അല്ലെങ്കിൽ EBP കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൻ്റെ അർത്ഥം സിമ്പിളാണ്. എന്താണ് ഏറ്റവും നല്ലതെന്ന് ശാസ്ത്രീയമായ തെളിവുകൾ പറയുന്നുവോ അത് ചെയ്യുക. വെറും ഊഹങ്ങളിൽ നിന്ന് തെളിവുകളിലേക്കുള്ള ഒരു വലിയ മാറ്റമാണത്, ശരിയല്ലേ? അപ്പോൾ ഒരു ചോദ്യം വരും, ഈ പറയുന്ന തെളിവുകൾ നമുക്കെവിടുന്ന് കിട്ടും? അവിടെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയമായ റിസർച്ച് ഡിസൈൻ്റെ റോള് വരുന്നത്. ഇതിനെ നമുക്കൊരു ബ്ലൂപ്രിന്റ് എന്ന് വിളിക്കാം. ഒരു ബിൽഡിങ്ങിന് നല്ലൊരു പ്ലാൻ വേണം. അതുപോലെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പഠനം നടത്തണമെങ്കിൽ അതിനും നല്ലൊരു ബ്ലൂപ്രിന്റ് കൂടിയേ തീരൂ. അപ്പോൾ എന്താണ് ഈ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ? വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു പഠനം നടത്താനുള്ള ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ, ഒരു റോഡ് മാപ്പ് പോലെ. തുടങ്ങം മുതൽ അവസാനം വരെ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇതിൽ കൃത്യമായി പറഞ്ഞിരിക്കും. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഠനത്തിൻ്റെ റിസൾട്ടിനെ ബാധിക്കാൻ സാധ്യതയുള്ള മറ്റു കാര്യങ്ങളെയൊക്കെ പരമാവധി കൺട്രോൾ ചെയ്യുക എന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം കറക്റ്റായിരിക്കുമെന്ന് ഉറപ്പിക്കാം. പക്ഷേ എന്തിനാണ് നമുക്ക് ഇത്രയും കൃത്യമായ ഒരു ബ്ലൂപ്രിന്റ്? പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് പഠനത്തിൻ്റെ സാധുത, അതായത് വാലിഡിറ്റി ഉറപ്പാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം സത്യസന്ധവും കൃത്യവുമാണെന്ന് ഉറപ്പിക്കാൻ ഇത് സഹായിക്കും. പിന്നെ ഇത് പഠനത്തിനൊരു നല്ല സ്ട്രക്ചർ കൊടുക്കും. എവിടെ തുടങ്ങണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാകും. അതുപോലെ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ നമ്മുടെ റിസൾട്ടിനെ സ്വാധീനിക്കുന്നത് കുറയ്ക്കാനും വേരിയബിൾസ്, പോപ്പുലേഷൻ, മെത്തേഡ്സ് ഇതിലൊക്കെ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും ഈ ബ്ലൂപ്രിന്റ് നമ്മളെ സഹായിക്കും. ശരി, അപ്പോൾ എല്ലാ റിസർച്ച് ഡിസൈനുകളും ഒരുപോലെയാണോ? അല്ല. ഒരു ഡിസൈൻ എത്രത്തോളം മികച്ചതാണെന്ന് തീരുമാനിക്കുന്ന 4 പ്രധാന ഘടകങ്ങളുണ്ട്. നമുക്കവയെ ഗുണമേന്മയുടെ 4 അടയാളങ്ങളെന്ന് വിളിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഈ 4 കാര്യങ്ങൾ? 1. ഒബ്ജക്റ്റിവിറ്റി, അതായത് വസ്തുനിഷ്ഠത. ഗവേഷകന്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങളോ അഭിപ്രായങ്ങളോ പഠനത്തെ ഒരു തരത്തിലും സ്വാധീനിക്കരുത്. 2. റിലയബിലിറ്റി, അഥവാ വിശ്വസനീയത. ആ പഠനം മറ്റൊരാൾ അതേപോലെ ആവർത്തിച്ചാലും ഏകദേശം ഒരേ ഫലം തന്നെ കിട്ടണം. 3. വാലിഡിറ്റി, അഥവാ സാധുത. പഠനത്തിൽ നിന്ന് കിട്ടുന്ന നിഗമനങ്ങൾ യാഥാർത്ഥ്യവുമായി എത്രത്തോളം ചേർന്നു പോകുന്നു എന്നതാണ് പ്രധാനം. 4. ജനറലൈസബിലിറ്റി, അതായത് നമ്മൾ പഠനം നടത്തിയ ചെറിയൊരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ റിസൾട്ട് ഒരു വലിയ ജനവിഭാഗത്തിനു കൂടി ബാധകമാക്കാൻ പറ്റണം. ഈ 4 കാര്യങ്ങളും ഒത്തുവരുമ്പോഴാണ് ഒരു പഠനം ശരിക്കും സ്ട്രോങ് ആകുന്നത്. ഇനി നമുക്ക് റിസർച്ച് ഡിസൈനുകളിലെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയാവുന്ന ഒന്നിനെക്കുറിച്ച് സംസാരിക്കാം. ഒരു കാര്യം കാരണം മറ്റൊന്ന് സംഭവിക്കുന്നു എന്ന്, അതായത് കോസ് ആൻഡ് ഇഫക്റ്റ് ബന്ധം തെളിയിക്കാൻ ഏറ്റവും പവർഫുള്ളായ ഡിസൈൻ ഏതാണെന്നറിയാമോ? അതിൻ്റെ ഉത്തരം ഇതാണ്: എക്സ്പെരിമെന്റൽ ഡിസൈൻ. ഇതിനെയാണ് പലപ്പോഴും ഗവേഷണത്തിലെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അത്രയധികം കൺട്രോളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കാരണം മറ്റൊന്ന് സംഭവിക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ ഈ ഡിസൈന് സാധിക്കും. ഒരു യഥാർത്ഥ എക്സ്പെരിമെന്റൽ ഡിസൈൻ വെറുതെ അങ്ങുണ്ടാവുന്നതല്ല. അതിന് ഉറപ്പുള്ള 3 തൂണുകളുണ്ട്. ഈ 3 തൂണുകളും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്കതിനെ ഒരു ട്രൂ എക്സ്പെരിമെന്റ് എന്ന് വിളിക്കാൻ പോലും പറ്റുകയുള്ളൂ. ആ 3 തൂണുകൾ ഇവയാണ്: മാനിപ്പുലേഷൻ, കൺട്രോൾ, പിന്നെ റാൻഡമൈസേഷൻ. കേൾക്കുമ്പോൾ അല്പം ടെക്നിക്കലായി തോന്നാം, പക്ഷേ സംഭവം സിമ്പിളാണ്. നമുക്ക് ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ തൂൺ മാനിപ്പുലേഷൻ. ഇവിടെ ഗവേഷകൻ വെറുതെ കാര്യങ്ങൾ നോക്കി നിൽക്കുകയല്ല ചെയ്യുന്നത്. പകരം അവർ ഒരു ഗ്രൂപ്പിൽ സജീവമായി എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരുന്നു. അതായത് ഒരു പുതിയ ചികിത്സാരീതി പരീക്ഷിക്കുക, അല്ലെങ്കിൽ പുതിയൊരു മരുന്ന് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും. ഈ മാറ്റം കാരണം എന്ത് ഫലമാണുണ്ടാകുന്നതെന്ന് നിരീക്ഷിക്കുകയാണിവിടെ ചെയ്യുന്നത്. രണ്ടാമത്തെ തൂൺ കൺട്രോൾ. ഇതാണ് വളരെ നിർണായകമായ ഒരു ഭാഗം. നമ്മൾ ആ പുതിയ ചികിത്സ കൊടുത്ത ഗ്രൂപ്പുണ്ടല്ലോ, അതിനെ നമ്മൾ മറ്റൊരു ഗ്രൂപ്പുമായി താരതമ്യം ചെയ്യും. ആ രണ്ടാമത്തെ ഗ്രൂപ്പിന് ഈ പുതിയ ചികിത്സയൊന്നും കൊടുക്കുന്നില്ല, സാധാരണ പരിചരണം മാത്രമേ കൊടുക്കൂ. അതിനെയാണ് നമ്മൾ കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ താരതമ്യം എന്തിനാണെന്ന് വെച്ചാൽ
നമ്മൾ കൊണ്ടുവന്ന മാറ്റം കൊണ്ടാണോ ശരിക്കും വ്യത്യാസം വന്നതെന്നുറപ്പിക്കാൻ. അല്ലെങ്കിൽ വെറുതെ സമയം പോയതുകൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ആവാം മാറ്റം വന്നത്, അല്ലേ? ദാ ഒരു ഉദാഹരണം നോക്കാം. ഒരു പുതിയ വേദനസംഹാരി രീതിയുടെ ഫലം അറിയണമെന്നിരിക്കട്ടെ. അപ്പോൾ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിലുള്ളവർക്ക് നമ്മൾ ഈ പുതിയ രീതി നൽകുന്നു. അതേസമയം കൺട്രോൾ ഗ്രൂപ്പിലുള്ളവർക്ക് നമ്മൾ സാധാരണ നൽകി വരുന്ന പരിചരണം മാത്രം കൊടുക്കുന്നു. പഠനം കഴിയുമ്പോൾ രണ്ട് ഗ്രൂപ്പുകളെയും താരതമ്യം ചെയ്താൽ ആ പുതിയ രീതിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അവസാനത്തേതും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ തൂൺ റാൻഡമൈസേഷൻ, ക്രമരഹിതവൽക്കരണം എന്ന് പറയും. ഇതിന്റെ അർത്ഥം ഇത്രയേയുള്ളൂ: പഠനത്തിൽ പങ്കെടുക്കുന്ന ഓരോ ആളെയും ഏത് ഗ്രൂപ്പില്, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലോ കൺട്രോൾ ഗ്രൂപ്പിലോ ചേർക്കണമെന്ന് തീരുമാനിക്കുന്നത് പൂർണ്ണമായും ഒരു നറുക്കെടുപ്പ് പോലെയാണ്. അതായത് കംപ്ലീറ്റ്ലി റാൻഡം. ഗവേഷകന്റെ ഇഷ്ടത്തിനോ സൗകര്യത്തിനോ അവിടെ ഒരു റോളുമില്ല. ഇതെന്തിനാണെന്ന് വെച്ചാൽ തുടക്കത്തിൽ തന്നെ രണ്ട് ഗ്രൂപ്പുകളും ഏകദേശം ഒരുപോലെയാണെന്ന് ഉറപ്പാക്കാനാണ്. ഇത് പക്ഷപാതം ഒഴിവാക്കാൻ ഏറ്റവും നല്ല വഴിയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്താണ്? നല്ല ഉദ്ദേശം മാത്രം പോരാ. ഒരു രോഗിയെ സഹായിക്കണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം എല്ലാ നഴ്സുമാർക്കും ഉണ്ടാകും. അത് നഴ്സിംഗിൻ്റെ ഒരു കലയായ ഭാഗമാണ്. എന്നാൽ ആ നല്ല ഉദ്ദേശ്യങ്ങളെ തെളിയിക്കാൻ പറ്റുന്ന, വിശ്വസിക്കാൻ പറ്റുന്ന ഫലങ്ങളാക്കി മാറ്റുന്നത് ഇതുപോലുള്ളൊരു ശക്തമായ ഗവേഷണ രൂപകൽപ്പനയാണ്. അതാണ് നഴ്സിംഗിൻ്റെ ശാസ്ത്രം. അപ്പോൾ ഒരു നല്ല റിസർച്ച് ബ്ലൂപ്രിന്റ് എങ്ങനെ തിരിച്ചറിയാമെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഇനി ചോദ്യം ഇതാണ്: തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള നഴ്സിംഗ് എന്ന വലിയ കെട്ടിടം പണിയുന്നതിൽ നിങ്ങളുടെ പങ്ക് എന്തായിരിക്കും? ഈയൊരു ചിന്തയോടുകൂടി ഇന്നത്തെ ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി.